ഇനി എസ്സേ എഴുതാൻ പറഞ്ഞാലോ ഒന്നും നോക്കണ്ട, ടൈറ്റിൽ എഴുതി വെക്കുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഓരോരോ പാരഗ്രാഫിൽ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എസ്സേ. എസ്സേ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത കാര്യമാണ് ചോദിക്കേണ്ടത്. ഗാന്ധി dreamt of an India which was free from intoxicating drinks and drugs. However, our youth is increasingly addicted to these. What are the remedial measures required to create an awareness about this and build an India as dreamt by Gandhi? Write an essay. Intoxicating drugs ഒരു വലിയ പ്രശ്നമാണ്. അതൊക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സൊല്യൂഷൻ കാണാമെന്നുള്ളൂ, എങ്ങനെയാണ് ഇന്ത്യനെ നമുക്ക് അതിൽ നിന്ന് മുക്തമാക്കാം, ഡ്രഗ്സിൽ നിന്ന് മുക്തമാക്കാം എന്നുള്ള കാര്യത്തിന് പറ്റി ഒരു എസ്സേ എഴുതുക. ഇപ്പം ഗാന്ധിജിയുടെ കോണ്ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് മാത്രം എഴുതി വെച്ചാൽ പോരാ. നിങ്ങൾ പറയണം ഗാന്ധിജി ബിലീവ്ഡ് ഇൻ എ കൺട്രി വെയർ ദി യൂത്ത് ഡിഡ് നോട്ട് യൂസ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. അതൊരു വലിയൊരു വാല്യൂ ആണ്. അതിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? ഒരു ടൈറ്റിൽ കൊടുക്കുക. എസ്സേ ആണെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക. എസ്സേനെ ആർട്ടിക്കിൾ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എസ്സേ ആണെങ്കിൽ ആർട്ടിക്കിൾ ടൈറ്റിൽ കൊടുക്കുക. ഗാന്ധിസ് വിഷൻ ആൻഡ് ഇന്ത്യ ഫ്രീ ഫ്രം അഡിക്ഷൻ. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിൽ ഗാന്ധിയുടെ കാര്യങ്ങൾ പറയണം. Once Mahatma Gandhi envisioned an India free of intoxicating substances. Today many young people find themselves battling addiction to such substances. ഇപ്പോൾ കുറേ യുവജനങ്ങൾ എന്താണ് അഡിക്ഷൻ ആയിട്ട് ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് എസ്സേ എക്സ്പ്ലോർസ് വേസ് ടു റൈസ് അവയർനെസ് ആൻഡ് സ്റ്റിയർ ഇന്ത്യ ടുവേർഡ്സ് ഗാന്ധിജീസ് ഡ്രീം. ഈ എസ്സേ എന്താണ്, എന്തിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ത്യനെ ഈ ഡ്രഗ്സിൽ നിന്ന് വിമുക്തമാക്കാനും ഗാന്ധിജിയുടെ ഡ്രീമിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇന്ത്യയിൽ, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് കാച്ചുക അല്ലേ. എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രശ്നത്തിൻ്റെ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ അവസാനം എങ്ങനെയാണ് ഈ സൊല്യൂഷനൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. എല്ലാം എസ്സേയും ഇങ്ങനെ ഡ്രഗ്സിൻ്റെ പ്രശ്നത്തിൻ്റെ ആയിരിക്കില്ല. പക്ഷേ ഏതൊരു എസ്സേ ആണെങ്കിലും ആ സിറ്റുവേഷൻ എന്താണെന്ന് പറയുക, എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുക, റീസൺസ് പറയുക, അതിൻ്റെ സൊല്യൂഷൻ അല്ല അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറയാം, ആ ഫ്യൂച്ചറൊക്കെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത് പറയാം, അവസാനം കൺക്ലൂഷൻ പറയാം. കൺക്ലൂഷൻ്റെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുടെ സമ്മറി കൊടുക്കാം, പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം. അതിൻ്റെ അവസാനം എന്ത് ചെയ്യും, കൺക്ലൂഷനിൽ എപ്പോഴും ഏറ്റവും എളുപ്പം എന്താണ്, ഇൻ കൺക്ലൂഷൻ ടു റിയലൈസ് ഗാന്ധിസ് ഡ്രീംസ്. പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയാത്തുള്ളൂ. 10:30 ആയി, ഇപ്പം കഴിയാനായി, കുറച്ചും കൂടി ഉള്ളൂ. തീർത്തോട്ടെ, പെർമിഷൻ ഉണ്ടോ, അല്ല ഇവിടെ നിർത്തണോ, പെട്ടെന്ന് കൂടെ നിർത്തിപ്പോയാൽ മതിയോ, പോരല്ലോ, തീർത്തിട്ടും കൂടെ പോവാം, ഒരു 10 മിനിറ്റും കൂടെ. ഓക്കെ, റെഡി, സെറ്റാണ് മക്കളെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു വന്നാലും എസ്സേ എന്ന് പറഞ്ഞാൽ ഇത് എഴുതണ്ട. റൈറ്റപ്പ് ഡിഫറെൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റപ്പ് ചാപ്റ്റർ ബേസ്ഡ് ആണ് റൈറ്റപ്പ് വരുന്നതെങ്കിൽ ചാപ്റ്ററിലെ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്തേ പറ്റുള്ളൂ, സ്റ്റോറി കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഓക്കെ, എസ്സേ അങ്ങനെയല്ല.